ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ആ ഏജൻസിയിൽ പോയി ചോദിക്കുകയാണ് വിശദമായ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു നീലിമയുടെ ഫോട്ടോ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ഫോണിൽ നിന്നും നീലിമയുടെ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, അപ്പോൾ അവളുടെ ഫോട്ടോ ഇപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അയ്യോ ശ്രുതി, ഞാൻ കയ്യിൽ വെച്ചിടുന്നില്ല, അവളുടെ ഫോട്ടോ ഒക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ചെയ്തതാണ്. ഇത് എപ്പോഴോ മെയിൽ അടച്ചപ്പോഴേ കിടന്ന ഫോട്ടോയാണ് ശ്രുതി, അല്ലാതെ അയ്യേ അവളുടെ ഫോട്ടോ ഒക്കെ ഞാനെന്തിനാണ് വെക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഏജൻസിയിലിരിക്കുന്ന ആ പെണ്ണാണെങ്കിൽ, അല്ല നിങ്ങൾക്ക് എന്തിനാണ് ഇവരുടെ ഡീറ്റെയിൽസ്? അതെ, ഇവരെ എനിക്ക് പരിചയമൊന്നുമില്ല. ചിലപ്പോൾ ഞാനിവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവർ കയറിപ്പോയതായിരിക്കും. എനിക്കിവരെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അങ്ങനെയായിരിക്കും ചിലപ്പോൾ. അല്ല, നിങ്ങളെന്തിനാ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നത്? അതെ, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണണം, കണ്ടേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി, അതെ ഈ കുട്ടിയുടെ അച്ഛമ്മ മരിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എടുത്തു വായിക്കും ശ്രുതിയാണെങ്കിൽ, അതെ അച്ഛമ്മ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി, അതുകൊണ്ടാണ് പെട്ടെന്ന് മരണം സംഭവിച്ചത്. ഈ മരണ വാർത്ത അവളെ ഒന്ന് അറിയിക്കണമല്ലോ, അതിനു വേണ്ടിയാ. ഞങ്ങൾ അടുത്ത സുഹൃത്ത് തന്നെയാണ്. എങ്കിൽ അടുത്ത സുഹൃത്തിൻ്റെ നമ്പറോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ വിളിക്കാൻ വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അയ്യോ, നമ്പറൊന്നുമില്ല. അല്ല, അടുത്ത സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്, അപ്പം പിന്നെ ഒരു നമ്പർ പോലും കയ്യിലില്ലേ? അല്ല, അവള് ലണ്ടനിലേക്ക് പോയി, ആ സമയത്ത് നമ്പറല്ല നഷ്ടപ്പെട്ടു. ഇനി അവളെ കണ്ടെത്തണം, അവളെ കണ്ടെത്തിയേ ശരിയാവുള്ളൂ. ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളുടെ കസ്റ്റമറുടെ ഒന്നും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തരാനായിട്ട് പറ്റില്ല. അതെന്താ നിങ്ങൾക്ക് തന്നാൽ എന്താ പ്രശ്നം? ഒരു അത്യാവശ്യക്കാരെ അറിയിക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ പിന്നെ തന്നാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ മര്യാദക്ക് തരാനായിട്ട് നോക്ക്. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അപ്പോഴേക്കും അല്ല ഒരു കുട്ടിയുടെ അച്ഛമ്മ മരിച്ചു പോയല്ലോ, അപ്പോൾ ആ കുട്ടിക്ക് ഇനി അച്ഛമ്മയെ കാണാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് പറഞ്ഞ് ആ കുട്ടിയും കൂടി വരുത്താനായിട്ട് നോക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ് ഓഫീസിൽ പോകണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയാതെ ഒരു കസ്റ്റമറുടെയും ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ ഈ പെണ്ണ് പറയുകയാണ്. അപ്പോൾ ഈ പെണ്ണിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ശരി ശ്രുതി, നമുക്കെന്നാൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി നേരെ പോവുകയും ചെയ്യണം. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവുന്നൊരു അവസ്ഥ, ഇനി എന്ത് ചെയ്യും ശ്രുതി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഏതായാലും നമ്മൾ വിട്ടുകളയാനായിട്ട് പറ്റില്ലല്ലോ. ശ്രുതി എന്താ വിചാരിച്ചത്? ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ നേരത്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സാധിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടണം, എന്നാൽ മാത്രമല്ലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. എന്നാലും ശ്രുതി, നീ ഭയങ്കര ടാലൻറ്റഡ് ആണ് കേട്ടോ. കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്തായിരുന്നു പെർഫോമൻസ്? ശ്രുതിക്കപ്പം നന്നായിട്ട് നുണ പറയാനൊക്കെ അറിയാമല്ലേ? ഇത്രയും വലിയ നുണ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശ്രുതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ചെറിയൊരു പേടി. അത് പിന്നെ ശ്രുതിക്ക് വേണ്ടിയല്ലേ ഞാൻ നുണ പറഞ്ഞത്, വേറൊന്നും അല്ലല്ലോ. എനിക്ക് മനസ്സിലായി, എനിക്ക് വേണ്ടിയാണ് നുണ പറഞ്ഞതെന്ന്. അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് കുറച്ച് നുണയെന്ന് പറഞ്ഞ് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല ശ്രുതി, നുണ പറയാം. അത് ശ്രുതി വേറൊരു നുണയെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ചു പോവുക. നമുക്ക് ഏതായാലും എത്രയും നടന്നതല്ലേ, നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ജ്യൂസ് കുടിച്ചിട്ട് നല്ല ഫ്രഷായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തിരക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ഈ നീലിമ നാട്ടിൽ വന്നു കഴിഞ്ഞു. സച്ചിയുടെ കാറിനകത്ത് കയറി എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നീലിമയാണെങ്കിൽ ശ്രുതിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. ശ്രുതിയോട് മുമ്പ് പ്രണയിച്ചതും ശ്രുതിയോട് കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തതും, പക്ഷെ അവളുടെ മനസ്സിൽ അപ്പോഴും കള്ളമായിരുന്നു. ആ കല്യാണ ദിവസം ശ്രുതി നീലിമയെ വിളിക്കുകയാണ്. എന്നിട്ട് നീ 50 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലേ നീലിമേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ ഞാൻ മാറ്റിയെന്ന് നീലിമ പറയുകയാണ്. അതെന്തിനാ നീ അങ്ങനെ കാണിച്ചത്? നീ എന്തിനാ പൈസ നിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്ന് ചോദിക്കുകയാണ്. എൻ്റെ ശ്രുതി, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഞാൻ അങ്ങനെ അതെല്ലാം മാറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശ്രുതി എന്ന് ചോദിച്ച് മുങ്ങിയ ആളാണ് ഈ നീലിമ. അങ്ങനെ നീലിമ ഇതെല്ലാം ആലോചിക്കുക. അപ്പോൾ നമ്മൾ സച്ചി ചോദിക്കുകയാണ്, മേഡം എവിടെന്നാ മേഡം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ ലണ്ടനിൽ നിന്നാ വരുന്നത് എന്ന് പറയുകയാണ്. ലണ്ടനിൽ നിന്നോ?
സോറി, കാനഡയിൽ നിന്നാണ് വരുന്നത്. കാനഡയിൽ നിന്നാണ് വരുന്നത്. ഓ, ഈ കാനഡ അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണോ മാഡം? അല്ല, ഞാൻ ചോദിച്ചതേ, ഞാൻ എന്നും രാവിലെ കാനഡ 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 എന്ന് കുറേ പ്രാവശ്യം കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ കാനഡ എങ്ങനെയാണ് കാണാനായിട്ട്? നല്ല രസമാണോ കാണാനായിട്ട്? ആ, കുഴപ്പമില്ല, നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ ഒരു വാട്ടർഫോൾസ് ഇല്ലേ മാഡം? ആ, ഉണ്ട്. നല്ലൊരു വാട്ടർഫോൾസ് തന്നെയുണ്ട്. എന്താ? അല്ല, എൻ്റെ വീട്ടിലും ഒരാളുണ്ടേ. ഈ എൻ്റെ എൻ്റെ സഹോദരനാ. എപ്പോഴും കാനഡയിൽ പോകണം, കാനഡയിൽ പോകണം, അതിന് 14 ലക്ഷം രൂപ വേണം. ആണോ മാഡം? ഇത്രയും പൈസയൊക്കെ അവിടെ പോണതിന് വേണോ മാഡം എന്ന് ചോദിക്കുകയാണ്. ആ, ഒരേ ഏജൻസികൾ വിടുന്ന പോലെ ഇരിക്കും. ആ ഏജൻസിക്കാർ പൈസ ചോദിക്കണ പോലെ ഇരിക്കും. ഓഹോ, മേഡം ദേ ഇപ്പം നാട്ടിലേക്ക് വന്നത്. ഇനി കാനഡയിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? പോകും പോകും, ഞാൻ ഇന്ന് രാത്രി പോകും. ഞാൻ ഈ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, മേഡത്തിന് എന്താ ജോലി? ബിസിനസ്. ഞാനവിടെ ബിസിനസ് ചെയ്യുകയാണല്ലോ. ആണോ മാഡം? ഏതായാലും കാനഡയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പറ്റിയല്ലോ. അത് ഒരുപാട് നല്ല കാര്യം തന്നെയാണ്. ആ, കാനഡ ഏതായാലും നല്ല ഒരു കൺട്രി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വീണ്ടും നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയെയും ശ്രുതിയാണ്. അപ്പോൾ ഇവർ വീട്ടിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അപ്പോൾ ശ്രുതി ചോദിക്കണം, എന്താണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എന്നാലും നമ്മൾ ഇത്രയൊക്കെ അന്വേഷിച്ചല്ലോ, നിലയുമ്പോൾ കുറച്ചൊരു വിവരവും കിട്ടിയില്ലല്ലോ, നമുക്കിന്ന് ആ പൈസ ഇനി കിട്ടോ ഒക്കെ ശരിയപ്പോഴേക്കും നമ്മൾ പ്രയത്നിച്ചിറങ്ങണം ശ്രുതി. നമ്മൾക്ക് ആ പൈസ കിട്ടോ ഇല്ലയെന്ന് നമ്മൾക്ക് അന്വേഷിച്ചേ മനസ്സിലാവുള്ളൂ. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങൾ അന്വേഷിച്ചോ? ഇല്ല, അന്വേഷിച്ചില്ല. അതെന്താ അന്വേഷിക്കാതിരുന്നത്? നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കണം. എന്നിട്ട് എന്നാൽ മാത്രമേ നമുക്ക് നീലിമയുടെ പിന്നാലെ ചെല്ലാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ കൂടുതൽ അന്വേഷിച്ചേ മതിയാവുള്ളൂ. അപ്പം നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാമല്ലേ ശ്രുതി? പിന്നെന്താ, അന്വേഷിക്കാം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡോറിൽ ആരും മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഒരു വന്ന് കഥ തുറന്ന് നോക്കിയപ്പോഴും ദേ നിൽക്കുന്ന ചന്ദ്ര. ആഹാ, അമ്മയായിരുന്നു. അമ്മേ, വാ അമ്മ, കയറി വാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിച്ച് കയറ്റുകയാണ്. എന്താ അമ്മ, എന്താ കാര്യം? അതെ, നിങ്ങളോട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്താ അമ്മേ? അതെ, ശ്രുതിയുടെ അച്ഛൻ ജയിലല്ലേ? ആ ജയിലിൽ നിന്ന് ശ്രുതിയുടെ അച്ഛനെ പുറത്തിറക്കണ്ടേ? പുറത്തിറങ്ങാനോ അയാളോ? അപ്പം ഇത് കേട്ട് നമ്മുടെ ചന്ദ്ര ആകെ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞാൽ പുറത്തിറങ്ങാനെന്നോ? അയ്യോ, അതെ, എൻ്റെ അച്ഛൻ ജയിലിലാണ്. ഞാൻ എപ്പോഴും ആ കാര്യം ആലോചിക്കും ആൻറ്റി. അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് നീറുകയാണ് ആൻറ്റി. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആൻറ്റി എന്നൊക്കെ പറയാം. മോളെ ശ്രുതി, അതിനു വേണ്ടി തന്നെയാ എത്രയും പെട്ടെന്ന് നിൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എങ്ങനെയാ ആൻറ്റി? അതെ, നമുക്കിന്ന് ദേവി ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പം ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ പോകാൻ പോവാണല്ലേ? ഇനി കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയാ. എന്നിട്ട് അവിടെ പോയി അമ്മ ഭിക്ഷ എടുക്കാൻ പോവാണോ? അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തോടെ ഭിക്ഷ എടുക്കാൻ പോകണോ? അതേടാ, കുടുംബത്തോടെ ഭിക്ഷ എടുക്കാൻ പോവാണോ? നീ മിണ്ടിപ്പോകരുത് കേട്ടോ. നീ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കരുത്. ഇത് അതിനു വേണ്ടിയൊന്നുമല്ല. ശ്രുതിയുടെ അച്ഛൻ പുറത്തിറങ്ങാൻ വേണ്ടി നമ്മളൊരു പരിഹാര ക്രിയ ചെയ്യാനായിട്ടാണ് ദേവീക്ഷേത്രത്തിൽ പോകാനായിട്ട് പോകുന്നത്. അതായത് ശ്രുതി വ്രതം എടുക്കണം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി, എന്താ ആൻറ്റി, ഞാൻ വ്രതം എടുക്കാനോ? അതെ, വ്രതം എടുത്തേ മതിയാവുള്ളൂ. അതായത് ഭക്ഷണം ഒരു നേരെ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ തറയിൽ പാ വിരിച്ച് വേണം കിടക്കാനായിട്ട്. ഇതൊക്കെ വേണം വ്രതത്തിൻ്റെ ഇതിൽ ചെയ്യാനായിട്ട്. ആൻറ്റി, എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത്? അതെ, അച്ഛന് വേണ്ടിയല്ലേ വ്രതം എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ. അപ്പം ശ്രുതിയാണെങ്കിൽ, അല്ല അമ്മേ, നമ്മൾ ഈ വ്രതം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്താ അവിടുത്തെ മലേഷ്യയിലെ കോടതിയിലെ ജഡ്ജാണോ പെട്ടെന്ന് തന്നെ ഇറക്കി വിടാനായിട്ട്? അമ്മ എന്തൊക്കെയാ അമ്മേ പറയുന്നത്? എടാ ദൈവദോഷം പറയാതെടാ. എടാ, നീ ഇങ്ങനെ ദൈവത്തെ നിന്ദിക്കുന്നത് കൊണ്ടാണോ നീ ഇപ്പം ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്ക് ഒരു ഗതിയും ഇല്ലാത്തത്. അതുകൊണ്ട് മോനെ, ദൈവത്തോട് നീ കളിക്കാൻ നിൽക്കരുത്. നിനക്ക് 8ന്റെ പണി കിട്ടും കേട്ടോ. നീ അതുകൊണ്ട് മിണ്ടാതിരിക്കുക ശ്രുതി. എത്രയും പെട്ടെന്ന് അതെ കുടുംബത്തോടെ എല്ലാവരും വേണം. അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോകണം. എന്നിട്ട് ശ്രുതി, നീ അവിടെ പോയി വ്രതം എടുക്കണം. അവിടെ പെണ്ണുങ്ങൾ ചൈനപ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലമാണ്. നീ ചൈനപ്രദക്ഷിണവും ചെയ്യണം. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ കണ്ണ് മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ചൈനപ്രദക്ഷിണം ചെയ്യാൻ എന്തൊക്കെയാണ് പറയുന്നത്? അതേ മോളെ, 48 ദിവസമാണ് വ്രതം എടുക്കേണ്ടത്. ഈ 48 ദിവസവും ഒരു നേരവേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതും സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കണം. പിന്നെ അതിനുശേഷം പച്ച വെള്ളം കുടിക്കാനായിട്ട് പാടില്ല.
മനസ്സിലായോ? പിന്നെ ഈ 48 ദിവസവും തറയിൽ പാ വിരിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ഇത് കേട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അപ്പം എനിക്കും തറയിൽ പായ വിരിച്ചിട്ട് കിടന്നുറങ്ങാല്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട വേണ്ട വേണ്ട, നീയേ കട്ടിലിൻ്റെ മേലെ കിടന്നുറങ്ങണം, അവള് താഴെ കിടന്നുറങ്ങും. അമ്മേ ഞാൻ ഒറ്റക്കോ അമ്മേ? അമ്മേ എനിക്ക് പേടിയാവും അമ്മേ. നീ മിണ്ടരുത്, നീ ഓരോ കാര്യങ്ങൾ കാണിച്ചു വെച്ചിട്ട് ഇവിടുന്ന് മിണ്ടി പോകരുത്. അതെ, എത്രയും പെട്ടെന്ന് രണ്ടുപേരും ഒരുങ്ങിക്കോ, നമുക്ക് അമ്പലത്തിലേക്ക് പോകണം, ഞാൻ അവരെയൊക്കെ പോയി ഒന്ന് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര താഴത്തേക്ക് ഇറങ്ങി പോവുക. അപ്പോൾ ചന്ദ്ര താഴത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ കലിയും വരികയാണ്. അതേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ വ്രതം എടുക്കാനായിട്ട്. മര്യാദയ്ക്ക് അമ്മയോട് പോയി പറഞ്ഞോ എനിക്ക് വ്രതം എടുക്കാൻ പറ്റില്ലെന്ന്. ശ്രുതി, ഞാൻ പറയാനോ? അമ്മ തീരുമാനിച്ച കാര്യമല്ലേ, അമ്മ തീരുമാനിക്കട്ടെ. അതിന് ഞാനെന്തിനാ വ്രതം എടുക്കുന്നത്? എനിക്ക് പറ്റില്ല, ഞാൻ വ്രതം എടുക്കാൻ പോലെ. ശ്രുതി നീ പോയി പറയുന്നുണ്ടോ? എനിക്കല്ലെങ്കിൽ അരിശം വരുവേ, പെട്ടെന്ന് പോയി പറഞ്ഞോ. അയ്യോ ഞാൻ പറയില്ല, നീ പോയി പറ ശ്രുതി എനിക്ക് പേടിയാ അമ്മയെ. അമ്മ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് തീരുമാനിച്ചത് തന്നെയാണ്, അതിൽ നിന്ന് അമ്മയെ പിന്തിരിപ്പിക്കാനായിട്ട് പറ്റില്ല ശ്രുതി, അതുകൊണ്ടാ എനിക്ക് ഏതായാലും പറ്റില്ല, നീ പോയി പറഞ്ഞോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുക. രവിയുടെ അടുത്ത് ചെന്നിട്ട് രവിയേട്ടൻ എവിടെ പോവാ? ഞാൻ പുറത്തേക്ക് പോകുന്നു രവിയേട്ടൻ, എവിടെയും പോകണ്ട, വാ രവിയേട്ടൻ നമുക്ക് അമ്പലത്തിൽ പോകാം. അമ്പലത്തിലോ? ഞാൻ എന്തിനാ വരുന്നത് ചന്ദ്ര, നീ ഒറ്റക്ക് പോയാൽ പോരെ? ഇല്ല ഇല്ല, ഇത് ഒറ്റക്ക് പോകുന്ന കാര്യമൊന്നുമല്ല. എന്ത് രവിയേട്ടൻ എവിടെയും പോകണ്ട, എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം രവിയേട്ടാ. രവിയേട്ടന് കുടുംബത്തോടെ പോകേണ്ടത്, അതുകൊണ്ട് രവിയേട്ടനാ രേവതിയെ വിളിച്ചേ. നിനക്ക് വിളിച്ചൂടെ ചന്ദ്രേ? വിളിക്ക് രവിയേട്ടാ. അങ്ങനെ രവി നേരെ രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ദേവരുന്ന് ശ്രുതിയൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പോൾ രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മോളെ രേവതി എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. അപ്പോൾ വർഷയും ശ്രീകാന്തും ഒക്കെ വരികയാണ്. വർഷ ശ്രീകാന്തേ, നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെയും പോകണം നമുക്കിന്ന്. ഇത് കേട്ടോ വർഷയാണെങ്കിൽ എവിടേക്കാ ആൻറ്റി? അയ്യോ നമ്മൾ സിനിമയ്ക്ക് പോവുകയാണോ? നമ്മൾ ഇതുവരെയായിട്ട് ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോയിട്ടില്ലല്ലോ. അതേതായാലും നന്നായിട്ട് ആൻറ്റി, ഒരു സിനിമക്കും പോകാനൊന്നുമല്ല, ഇത് അമ്പലത്തിൽ പോകാനാ. അമ്പലത്തിലോ? അതെ, ഒരു പരിഹാര ക്രിയക്ക് വേണ്ടിയാണ്. ഇവിടെ അച്ഛന് വേണ്ടി അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അച്ഛനെ പുറത്തിറക്കാനോ? ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ പുറത്തിറക്കാനായിട്ട് പറ്റുമോ? ഇത് വർഷയുടെ അച്ഛൻ്റെ കാര്യമല്ല, ഇത് ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യമാണ്. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലല്ലേ. അപ്പോൾ ശ്രുതിയുടെ അച്ഛനെ പെട്ടെന്നെല്ലാം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണ്ടേ? അതിനു വേണ്ടി നമ്മൾ കുടുംബത്തോടെ പരിഹാര ക്രിയക്ക് വേണ്ടിയാണ് അമ്പലത്തിലായിട്ട് പോകുന്നത്. അവിടെ ശ്രുതി വ്രതം എടുക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതി ആകെ പേടിച്ചു പോയി. അയ്യോ, ദേവി ക്ഷേത്രത്തിൽ പോയി പരിഹാര ക്രിയ ചെയ്യാനോ? അവിടെ കഠിന വ്രതമായിരിക്കും ശ്രുതി. ഇതൊക്കെ ശ്രുതിക്ക് എടുക്കാനായിട്ട് പറ്റുമോ? വ്രതം എടുക്കണം, ഭക്ഷണം ഒരു നേരം കഴിക്കാൻ പാടുള്ളൂ, തറയിൽ പാവിരിച്ച് കിടക്കണം, അതും 48 ദിവസമാണ് വ്രതം എടുക്കേണ്ടത്. അതേ, ഈ വ്രതം മുടക്കാനായിട്ട് പാടില്ല. എൻ്റെ അറിവിലേ കുറേ പേരൊക്കെ ഈ വ്രതം എടുത്തിട്ട് പകുതിക്ക് വെച്ച് നിർത്തിപ്പോയവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്രുതിക്ക് ഇത് പറ്റുമോ? ശ്രുതി മലേഷ്യയിൽ ജനിച്ചു വളർന്ന കുട്ടി എന്നല്ലേ പറഞ്ഞത്. അപ്പം പിന്നെ ശ്രുതിക്ക് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ ശ്രുതി പറയുക, ഇല്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് പറ്റുമെന്നും ചന്ദ്ര പറയാണ്. രേവതി, നീ എന്തിനാ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരെ പേടിപ്പിക്കുന്നത്? അങ്ങനെ പേടിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. വ്രതമൊക്കെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോളും. അതല്ലമ്മേ, ഈ ശ്രുതിക്ക് വ്രതം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്രതം എടുത്തു കഴിഞ്ഞാൽ അത് മുടങ്ങരുത്, ദൈവകോപം ഉണ്ടാകും. അങ്ങനെ എൻ്റെ അറിവിൽ ഒരു ചേച്ചി വ്രതം എടുത്തു, പക്ഷേ സഹിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ മാംസവും മത്സ്യവും ഒക്കെ കഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ നിലത്ത് വീണ് കൈയും കാലൊക്കെ ഒടിഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വീണ്ടും പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്രതം എടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ശ്രുതി ഒന്ന് പറ ശ്രുതി. അപ്പം നമ്മുടെ ചന്ദ്രയോട് ഇങ്ങനെ പറയുകയാണ്, ആൻറ്റി ഞാൻ വ്രതം എടുക്കണോ ആൻറ്റി? അതിൻ്റെ ആവശ്യമുണ്ടോ ആൻറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. ആവശ്യമുണ്ട്, വ്രതം എടുക്കണം. അതല്ല നിങ്ങളൊക്കെ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ വർഷ, അല്ല ചേച്ചി വ്രതം എടുക്കണേന് ഞങ്ങളെന്തിനാണ് കഷ്ടപ്പെടുന്നത്? എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ചേച്ചിയല്ലേ വ്രതം എടുക്കുന്നത്, അതിന് ഞങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ശ്രുതിയെ കൊണ്ട് വ്രതം എടുക്കാൻ തന്നെ തീരുമാനിപ്പിച്ചു. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ രേവതി, സച്ചിയേട്ടൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സച്ചിയേട്ടൻ ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭഗവാനാണോ കോടതിയിൽ പോയി നോക്കുന്നത്? ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് പറയുള്ളൂ. രേവതി, തർക്കുത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദേവി പറയണം, മോളെ നീ സച്ചിയെ വിളിക്ക്, എന്നിട്ട് അച്ഛൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ വരുമെന്നേ. ശരി അച്ഛാ, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം. അങ്ങനെ
രേവതി സച്ചിയെ വിളിക്കുക. അപ്പോൾ സച്ചി കാറിൽ തന്നെയായിരുന്നു. സച്ചിയേട്ടാ എത്രയും പെട്ടെന്ന് പറഞ്ഞോട്ട് സച്ചിയേട്ടാ. എങ്ങോട്ട് വരാനായിട്ട്? ഞാൻ എങ്ങോട്ട് വരാനാ? അമ്പലത്തിൽ പോകണം. ഓ, അമ്പലത്തിൽ പോകണമെന്നോ? നിനക്കൊറ്റക്ക് പോയാൽ പോരെ, ഞാനെന്തിനാ അമ്പലത്തിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് വ്രതത്തിൻ്റെ കാര്യം തന്നെയാണ്, അതുകൊണ്ട് അമ്പലത്തിൽ പോയേ മതിയാവുള്ളൂ. അച്ഛൻ പറഞ്ഞിട്ടാ. എൻ്റെ രേവതി, ഞാനൊരു കസ്റ്റമറേയും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവരെനിക്ക് ഇറക്കി വിടണ്ടേ? എങ്കിൽ ഈ കാര്യം സച്ചിയേട്ടൻ അച്ഛനോട് പറ. എനിക്കൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഏതായാലും എത്രയും പെട്ടെന്ന് വരാനായിട്ട് നോക്ക്. വേണ്ട, അച്ഛൻ്റെ കൈ കൊടുക്കണ്ട, ഞാൻ വന്നോളാം. ഒരു 5 മിനിറ്റ് നിങ്ങൾ അമ്പലത്തിലേക്ക് വയ്ക്കും. ശരി സച്ചിയേട്ടാ, ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം. ആശംസ, നമസ്കാരം. താങ്ക് യു. ബൈ.